2025 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ കൊളംബിയയിലെ ബുഗയ്ക്ക് സമീപം സിൽവർ കളർ തോന്നിക്കുന്ന ഒരു ലോഹഗോളം ആകാശത്ത് പറന്നു നടക്കുന്നത് ആളുകൾ കണ്ടു. പലരും അതവരുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തി. എന്നാൽ വൈകാതെ തന്നെ ഗോളം താഴേക്ക് പതിച്ചു. പറക്കാൻ ചിറകുകളോ അല്ലെങ്കിൽ മറ്റു ലാൻഡിംഗ് സഹായികളായ ഒന്നും പ്രത്യക്ഷത്തിൽ കാണാത്ത ഈ നിഗൂഢ വസ്തു മണ്ണിൽ പതിച്ചതോടെ ആഗോളതലത്തിൽ ഒരു വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഏകദേശം 4.5 പൗണ്ട് ഭാരമുള്ള ഈ ഗോളം താഴെ വീണു കിടക്കുന്നത് കണ്ടതോടെ അത് കയ്യിലെടുക്കുന്നതിന് ശ്രമിച്ചെങ്കിലും വസ്തുവിന് അസാധാരണമായ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പല ചിഹ്നങ്ങളും പാറ്റേണുകളും കാണിക്കുന്ന കൊത്തുപണികൾ ഇതിനു പുറത്തുണ്ട്. മാത്രമല്ല, പുരാതന ലിപികളായ ഓഗാം, മെസപ്പട്ടോമിയൻ എഴുത്ത് എന്നിവയോട് സാമ്യമുള്ള അടയാളങ്ങളും കാണാം. ലഭ്യമായ AI ടൂളുകൾ ഉപയോഗിച്ച് ഇതിലെ സന്ദേശം എന്തെന്ന് ഗവേഷകർ ഡീകോഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു. അത് ഭൂമിയെ സംരക്ഷിക്കാൻ മനുഷ്യരാശിക്കുള്ള ഒരു ആഹ്വാനമായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇതോടെ UFO ഗവേഷകർ എന്താണ് ഈ ലോഹഗോളമെന്നും എവിടെ നിന്ന് ഇത് വന്നുവെന്നും കണ്ടെത്താനുള്ള പഠനം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി എക്സ്റേ സ്കാനുകൾ നടത്തി. എന്നാൽ അതിൽ വെളിപ്പെട്ടത് തീർത്തും വിചിത്രമായ ചില വിവരങ്ങളാണ്. ഇതോടെ അജ്ഞാത പറക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള ആളുകളുടെ ജിജ്ഞാസ വർദ്ധിച്ചു. ഗോളത്തെക്കുറിച്ച് പഠിക്കുന്ന കൊളംബിയൻ ശാസ്ത്രജ്ഞരിൽ ഒരാളായ ജോസ് ലൂയിസ് വെലാസ്ക്വസ് സ്കാൻ റിപ്പോർട്ട് കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം ഗോളത്തിനുള്ളിൽ 9 എംബഡഡ് മൈക്രോസ്ഫിയറുകളുണ്ട്. എന്നാൽ മറ്റ് ഘടനകളോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതിയുടെ അടയാളമായ എന്തെങ്കിലും സാങ്കേതിക സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നെ ഇതെങ്ങനെ പറക്കുന്നു? ഏറ്റവും കൗതുകകരമായ കാര്യം, ഗോളത്തിന്റെ ഉൾഭാഗം 3 ലോഹപാളികളും മൈക്രോസ്ഫിയറുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതുപോലൊരു വസ്തു താൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ല എന്നാണ് ശാസ്ത്രജ്ഞൻ ജോസ് ലൂയിസ് വെലാസ്ക്വസ് പറഞ്ഞത്. ഇതോടെ വസ്തു അന്യഗ്രഹ ജീവികളിൽ നിന്നും വന്നതായിരിക്കാമെന്ന ഊഹാപോഹങ്ങൾ ഉയരുകയാണ്. ട്രൂത്ത് പോളക്സ് എന്ന എക്സ് അക്കൗണ്ട് അനുസരിച്ച് മാർച്ച് 2-നാണ് ഇത് കൊളംബിയയുടെ ആകാശത്ത് പറന്നു നടക്കുന്നതായി കണ്ടത്. വസ്തുവിനെ പരിശോധിച്ച ഗവേഷകർ ലോഹഗോളത്തിന്റെ പുറം ഷെല്ലിൽ കാണുന്ന ലിപികൾ ഡീകോഡ് ചെയ്തെടുത്ത് ഗവേഷകർ വായിച്ചതിങ്ങനെയാണ്: പരിവർത്തന ചക്രത്തിൽ ഊർജത്തിലൂടെയും ഏകോപനത്തിലൂടെയുമുള്ള ജനനത്തിന്റെ ഉത്ഭവം, യൂണിറ്റി, എക്സ്പാൻഷൻ, കോൺഷ്യസ്നസ് എന്നിവയുടെ ഒരു വ്യക്തിഗത അവബോധം, ഭൂമിയെ അതിന്റെ എല്ലാ ശോഷണങ്ങളിൽ നിന്നും സുഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും കൂട്ടായ അവബോധമുയർത്താനും മനുഷ്യരാശിക്കുള്ള ആഹ്വാനമായി അന്വേഷണ സംഘം ഈ സന്ദേശത്തെ വ്യാഖ്യാനിച്ചു. എന്നാൽ ഇത് ശാസ്ത്രലോകം പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. സാൻ ഡീഗോ സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്രജ്ഞയും ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലവ് ആൻഡ് ടൈം സ്ഥാപകയുമായ ജൂലിയ മോസ്ബ്രിഡ്ജ് ഫോക്സ് ന്യൂസ് ഡിജിറ്റലിനോട് പറഞ്ഞത്, ഒരു പക്ഷേ ഈ വസ്തു ആരുടെയെങ്കിലും ഒരു വിപുലമായ കലാസൃഷ്ടിയായിരിക്കാം എന്നാണ്. എന്നാൽ ഇതിന്റെ ഉത്ഭവം എന്തു തന്നെയായാലും ഈ കണ്ടെത്തൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവ് എത്ര ചെറുതാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. നമ്മുടെ ആകാശത്തോ വെള്ളത്തിലോ എന്താണുള്ളതെന്ന് നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. തിരിച്ചറിയപ്പെടാത്ത അസാധാരണ പ്രതിഭാസങ്ങളിൽ ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെക്കുറിച്ചും അവർ ചൂണ്ടിക്കാട്ടി. ഗലീലിയോ പ്രൊജക്ട്, UAP ഡിസ്ക്ലോഷർ ഫണ്ട് തുടങ്ങിയ വിവിധ ശാസ്ത്ര ഗ്രൂപ്പുകൾ സർക്കാർ ഏജൻസികളിൽ നിന്ന് വിട്ടുനിന്ന് സ്വതന്ത്രമായി തന്നെ ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തിരിച്ചറിയപ്പെടാത്ത വസ്തുവിനെ UFO എന്ന് മുദ്രകുത്തുന്നതിന് മുൻപ് കർശനമായ ശാസ്ത്രീയ പരിശോധനയുടെ ആവശ്യകത ഉണ്ടെന്നും ജൂലിയ മോസ്ബ്രിഡ്ജ് പ്രതികരിച്ചു. കൊളംബിയയിൽ കണ്ടെത്തിയ ലോഹഗോളം ഗലീലിയോ പ്രൊജക്ട് പോലുള്ള ഗ്രൂപ്പിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നും വസ്തു മനുഷ്യനിർമ്മിതമാണോ അല്ലയോ എന്നത് വിദഗ്ധർ നിർണയിക്കണമെന്നും സാൻ ഡീഗോ സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്രജ്ഞയും ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലവ് ആൻഡ് ടൈം സ്ഥാപകയുമായ ജൂലിയ മോസ്ബ്രിഡ്ജ് കൂട്ടിച്ചേർത്തു.